മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. 2025 മാർച്ച് വരെ നടപ്പിലാക്കേണ്ട മാലിന്യ ശുചിത്വ പരിപാടികൾക്ക് ശില്പശാലയിൽ ആസൂത്രണം നൽകി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലയിൽ ഉള്ളവർക്കായി ശില്പശാല സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പ്രധാനാധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. കാളികാവ് BDO ശ്രീകുമാർ ക്ലാസ് നേതൃത്വം നൽകി. 2025 മാർച്ച് വരെ നടപ്പിലാക്കേണ്ട മാലിന്യ ശുചിത്വ പരിപാടികൾക്ക് ശില്പശാലയിൽ രൂപം നൽകി. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ എടപ്പറ്റ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ സാധിക്കുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പറഞ്ഞു. വളർച്ച പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉത്തരവാദിത്തം, ഗ്രാമപഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തം മാലിന്യ ശുചീകരണ പ്രവർത്തനങ്ങളാണ്. ആദ്യം തൊട്ട് 62 മുതൽ കേരളത്തിൽ പഞ്ചായത്ത് ഉണ്ടാക്കിയപ്പോഴും പഞ്ചായത്തിലെ നിയമത്തിൽ പറഞ്ഞിരുന്നത് മാലിന്യവും ശുചീകരണവുമാണ്. ബാക്കിയുള്ള എല്ലാ പദ്ധതികളും അതിന് പിറകെ വരില്ല. പുതിയ പഞ്ചായത്ത് രാജ് ആക്ട് നമ്മളോട് പറഞ്ഞത് ഒരു അധ്യായം തന്നെ അതിന് മാറ്റിവെച്ചുകൊണ്ട് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ 218ഉം 219 വീടുകളിൽ ചവറ് പെറുക്കുന്നത് വരെ പഞ്ചായത്ത് രാജ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് വായിക്കുകയും മനസ്സിലാക്കുകയും പ്രത്യേക നിർബന്ധമായ ഉത്തരവ് വന്നതിന് ശേഷമാണ് നമ്മൾ അത് പെറുക്കി തുടങ്ങിയത്. ആ രീതിയിൽ പഞ്ചായത്തിൽ കൃത്യമായി നിയമപരമായി നിക്ഷിപ്തമായിട്ടുള്ള ഒരു ചുമതല നിർബന്ധമായി ഒരു പോലീസ് കൂറ പോലെ നമ്മളെ മേൽ നിർബന്ധിക്കേണ്ടി വരുന്നു എന്നുള്ളതും ലജ്ജാകരമാണ്. ആ രീതിയിൽ ഉണർന്ന് അവനവന്റെ സ്ഥാപനങ്ങളും അവന്റെ പ്രദേശങ്ങളും ഒക്കെ ശുദ്ധീകരിക്കേണ്ട ബാധ്യതയും ചുമതലയും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുഖ്യ ചുമതല ക്യാമ്പസ് ക്ലീനായി കൊണ്ടു നടക്കുക എന്നതാണ്. അവിടെ കടന്നു വരുമ്പോൾ തന്നെ അത് ബോധ്യമാവും ഇവിടെ ആരാണ് ആ സ്ഥാപനത്തിൽ തലവൻ. ആ രീതിയിൽ ബോധ്യപ്പെടുന്ന രീതിയിൽ വൃത്തിയുള്ള ഇടമായി അത് മാറ്റുക എന്നുള്ളത് സ്കൂളുകളുടെ, അംഗൻവാടികളുടെ, ആശുപത്രികളുടെ ഒക്കെ ചുമതലയുള്ള ആളുകളുടെ ബാധ്യത കൂടിയാണ് എന്നത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ശുചിത്വ ഗ്രേഡിംഗ് പരിശോധനയിൽ A+ ഗ്രേഡ് നേടിയ വിദ്യാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. ശില്പശാലയിൽ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ P. ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വലിയാട്ടിൽ സഫിയ, മെമ്പർമാരായ ചിത്ര പ്രഭാകരൻ, PM രാജേഷ്, P. സരിത, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P. ബിജു, അസിസ്റ്റന്റ് സെക്രട്ടറി ജോസഫ, K. ഉസ്മാൻ, C. ഫാത്തിമ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.